സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ വർക്ക് എനർജി പവർ ആണ്. അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ ബോബ് ഓഫ് മാസ് സ്മോൾ ലെറ്റർ m ഈസ് സസ്പെൻഡഡ് ബൈ എ ലൈറ്റ് സ്ട്രിംഗ് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L. It is imparted a minimum horizontal velocity at the lowest point capital A such that it just complete half circle reaching the topmost position capital B. The ratio of kinetic energy KEA upon KEB എന്താണെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ബോബ് ഉണ്ട്. ആ ബോബിൻ്റെ മാസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്മോൾ ലെറ്റർ m ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബോബിനെ ഒരു ലെങ്ത്തിൽ ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ബോബ് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യാണ്? കറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അങ്ങനെ കറക്കുന്ന കണ്ടീഷൻ അവർ പറയുന്ന ഇതാണ്: you need to apply only a minimum speed so that it can just complete the വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ലോവർ മോസ്റ്റ് പോയിന്റ് അത് നിങ്ങളതിനെ വെർട്ടിക്കൽ സർക്കുലർ മോഷനിലോട്ട് എന്താ പറയുക പുഷ് ചെയ്ത് വിടുന്ന സമയത്ത് ആ പോയിന്റ് എന്ന് പറയുന്നത് എയും, അതുപോലെ തന്നെ ഇത് ട്രാവൽ ചെയ്ത് ടോപ്പിലെത്തുന്ന സമയത്ത് ആ പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എ എന്ന പോയിന്റിലെയും ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെയും തമ്മിൽ ആ രണ്ട് പോയിന്റിൻ്റെയും കേസ് എടുക്കുമ്പോൾ അവരുടെ തമ്മിലുള്ള കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾക്ക് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോവർ മോസ്റ്റ് പോയിന്റിലെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് √5g ടൈംസ് എന്തായിരിക്കണം? L ആയിരിക്കണം. √5 ടൈംസ് g ഇൻറ്റു എന്തായിരിക്കണം? L ആയിരിക്കണം. സോ എ എന്ന് പറയുന്ന പോയിന്റിലെ അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് പോയിന്റിലെ സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ ഞാനിവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് ദ പോയിന്റ് എ. സോ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? v(a) = √5 ടൈംസ് g ഇൻറ്റു എന്തായിരിക്കണം? L ആയിരിക്കണം. ക്യാപിറ്റൽ എല്ലിൻ്റെ ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാപിറ്റൽ √5g L എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനിയും ഇത് ട്രാവൽ ചെയ്ത് മുകളിലെത്തുകയാണ്. ഇത് ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? മുകളിലെത്തി ആണല്ലോ. സോ ആ മുകളിലെത്തുന്ന സമയത്ത് അവിടുത്തെ സ്പീഡ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? v(b) ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇത് VA ആണ്, ഇതെന്താണ്? v(b) ആണ്. സോ ആസ് പെർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനിക്കൊരു കാര്യം പറയാൻ പറ്റും: ഹാഫ് ഓഫ് m ഇൻറ്റു v(a), അതായത് ലോവർ മോസ്റ്റ് പോയിന്റിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സോ ലോവർ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. സോ ഈ റെഫറൻസിൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് എടുക്കുന്നു? 0 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സോ റെഫറൻസ് ആയിട്ട് എടുത്തോണ്ട് അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. സോ ഇവിടുത്തെ എനർജി ആക്ച്വലി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇനിഷ്യൽ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി = ഞാൻ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് എപ്പോഴും എടുക്കുക. സോ ഹാഫ് ഓഫ് m ഇൻറ്റു v(a)² പ്ലസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ 0 ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ എത്തുന്ന സമയത്തേക്ക് എന്തായിരിക്കും? അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് m ഇൻറ്റു v(b)². ഓക്കെ, v(b)² പ്ലസ് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് m ഇൻറ്റു g ഇൻറ്റു എത്രയായിരിക്കും? 2 ടൈംസ് L ആയിരിക്കും. സോ ഇതെന്താണ്? ഇത് കൈനറ്റിക് എനർജിയാണ്. ഇതെന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, സോ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2h മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ഈ ടേമെല്ലാം ക്യാൻസലായി പോകുന്നു. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതും ഇവിടുന്ന് ക്യാൻസലായി പോകും. എമ്മിൻ്റെ ടേമും ക്യാൻസലായി പോയി. സോ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചു VA എന്ന് പറയുന്നത് √5g L ആണെന്ന്. സോ VA² എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? VA² എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടും 5 ടൈംസ് g ഇൻറ്റു L എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു VB². ഓക്കെ, VB² ആണല്ലോ. പ്ലസ് എന്തായിരിക്കും വരിക? പ്ലസ് 4 ടൈംസ് g ഇൻറ്റു L എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ 4 ടൈംസ് g ഇൻറ്റു എന്ന് തോന്നുന്നു L എന്ന് തോന്നുന്നു. സോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ VB² ഈസ് ഈക്വൽ ടു
ജി ഇൻറ്റു എന്ന് വരും എൽ എന്ന് വരും. സോ വി ബി സ്ക്വയർ ഇസിക്വൽ ടു ജി ഇൻറ്റു എൽ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. നമ്മൾക്ക് വേണ്ടത് എന്താ മക്കളെ? നമ്മൾക്ക് വേണ്ടത് കൈനറ്റിക് എനർജി അറ്റ് എ അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് ബി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എം ഇൻറ്റു വി എ സ്ക്വയർ അപ്പോൾ ഹാഫ് ഓഫ് എം ഇൻറ്റു എന്ത് വരും? വി ബി സ്ക്വയർ എന്ന് വരും. എം ബൈ ടൂവും കട്ടാവും. വി എ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം എത്രയാണ്? 5g ഇൻറ്റു എൽ. വി ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? ജി ഇൻറ്റു എൽ. ഇതും കട്ടായി പോകും. സോ നമുക്ക് റേഷ്യോ എന്തെന്ന് കിട്ടുന്നു? നമുക്ക് കിട്ടുന്ന റേഷ്യോ 5:1. സോ കൈനറ്റിക് എനർജി ഓഫ് എ അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന ആ ഒരു റേഷ്യോ ഈക്വൽ ടു എന്തായിരിക്കണം? ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 5:1 ആയിരിക്കണം. ഓക്കെ.